not exaggerating. He was literally living in a tent in Run of Kutch on sand. He was sleeping with us along with us in that sand. തെലുങ്കിൽ ഒരുപാട് സിനിമകൾ ചെയ്യുന്ന ഒരാളാണ്, കന്നഡയിൽ ആക്റ്റീവാണ്, തമിഴിൽ ആക്റ്റീവാണ്. ഈ ഓരോ സിനിമ കഴിയുന്നോറും അതിലൊരു എക്സൈറ്റിംഗ് ഫാക്ടർ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇതൊരു ഡിഫറെന്റ് വേൾഡ് ആണ്, അഡ്വഞ്ചറസ് സിനിമയാണ്. അപ്പൊ ജയറാമേട്ടന് ശരിക്കും എന്താ അതർ ലാംഗ്വേജസ് ഭയങ്കര ഫാസിനേറ്റ് ചെയ്യിക്കുന്നത്? അങ്ങനെയില്ല. എനിക്കിപ്പോ മലയാളത്തിലാണെങ്കിൽ ഒരുപക്ഷെ ഈ കഥാപാത്രം എനിക്ക് ചെയ്യാൻ കിട്ടില്ല, തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റില്ല. ഇനി അതങ്ങനെയാണ്. അത് ആ സിനിമയ്ക്ക് വേണ്ടി ഒരിക്കലും മലയാളത്തിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ടാവാൻ സാധ്യതയില്ല, ഉണ്ടെങ്കിൽ തന്നെ എന്നെ വിളിക്കാനും സാധ്യതയില്ല. അപ്പോൾ അത് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ളത് തന്നെയായിരുന്നു ആ ക്യാരക്ടർ. അത് ചെയ്തു, അത് നന്നായി എന്ന് ഡയറക്ടർ പറഞ്ഞു, നന്നായി എന്ന് കൂടെയുള്ള കോ ആർട്ടിസ്റ്റ് ഒക്കെ പറഞ്ഞു വളരെ നന്നായിരിക്കുന്നു എന്ന്. അപ്പോൾ അത് അവരുടെയൊക്കെ ഒരു ഇത് കിട്ടുക എന്ന് പറയുന്നത് വളരെ ഇതല്ലേ, വേറൊരു ഭാഷയിൽ പോയിട്ട് നമ്മൾ. അതെ. Biggest takeaway from Jairam Menon? From Jairam sir, honestly, I'm telling you, I have not come across somebody so humble. For being such a big actor, he just travels alone. He does all his work by himself. He is okay to work along with us without vanity, without any comforts. He was, I'm not exaggerating, he was literally living in a tent in Run of Kutch on sand. He was sleeping with us along with us in that sand, being so simple after having done so much of work in the industry. That is something that we all have to learn from him. അല്ല, അത് നമുക്ക് അങ്ങനെ പറ്റുള്ളൂ. ഒരു മരുഭൂമിയിൽ അങ്ങ് അറ്റത്ത് ഒരു പാകിസ്ഥാന്റെ ബോർഡറാണ്, അവിടെ കിടക്കാൻ അങ്ങനെ വലിയ സൗകര്യങ്ങളൊന്നും ഇല്ല. ഒരു ടെന്റ് മാത്രം, ഒരു ടെന്റിന്റെ ഭാഗത്തേ കൊണ്ട് ഒരു ടെന്റ് എനിക്ക് കിട്ടി. നിലത്തൊരു തുണി വിരിക്കുക, അവിടെ കിടക്കുക, നല്ല ഭയങ്കര തണുപ്പമാണ് രാത്രി. Teja, it's like all the movies, it's like breaking your comfort zone again and again. So is that something not actors will do for a very long time, breaking that comfort zone? So what is Mirai for you in that zone? Are you saying that I'm breaking my comfort zone or not? Breaking your comfort zone. Yeah, I am actually. I definitely want to give something new to the audience every time I deliver something, and I want to make something that is clean and audience should have an auditorium experience in the theaters. So for that, whatever effort we have to put in, however difficult it is for us, we are ready to do all of it. മറ്റു ഭാഷകളിൽ അഭിനയിക്കുമ്പോൾ നമ്മുടെ മലയാള സിനിമയ്ക്കുണ്ടാവുന്ന വലിയ വിജയങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ലോക പോലൊരു സിനിമ ഇന്ത്യ മൊത്തം ചർച്ചയാവുന്നു. 42 വർഷത്തിന് ശേഷവും ഒരു സംവിധായകനും നടനും ഹൃദയപൂർവ്വത്തിന് ശേഷം സത്യനന്ദികളോട് ഒരുമിക്കും ആ സിനിമ വലിയ വിജയമാവുന്നു. അവിടെയൊക്കെ ഒരു ചർച്ചയാണ്. അവിടെയൊക്കെ ഒരു സ്റ്റാറിനെ പോലെ അഭിനയിച്ചുകൊണ്ടിരിക്കും. മലയാളത്തിലെ കാര്യങ്ങൾ വലിയൊരു പ്രതീക്ഷയോടെ, എന്താ പറയാ, വലിയൊരു അത്ഭുതത്തോടുകൂടി പറയുമ്പോൾ അത് കേട്ടിരിക്കാനുള്ള അഭിമാനത്തിന് മാത്രമാണ്. വളരെയധികം. ഏറ്റവും നമ്മൾ എവിടെ ചെല്ലുമ്പോഴും ഏറ്റവും കൂടുതൽ ആളുകൾ മലയാള സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും അഭിമാനം തോന്നുന്ന കാര്യമില്ല. മറ്റു ഭാഷകളിൽ ചെല്ലുമ്പോൾ അവരെന്ത് റെസ്പെക്റ്റാണ് മലയാള സിനിമയെ കൊടുക്കുന്നത്. മലയാളത്തിൽ ഓരോ ചെറിയ അതിപ്പം മുതലല്ല കേട്ടോ, അത് ഞാൻ പണ്ട് മുതലേ ഞാൻ തമിഴ് സിനിമകളിൽ പണ്ട് തൊട്ടേ ഞാൻ അഭിനയിക്കുന്നതാണ്, എത്രയോ വർഷം മുമ്പ് അഭിനയിക്കുന്നതാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ മണിരത്നം പോലെയുള്ള അല്ലെങ്കിൽ അന്നത്തെ വലിയ ഡയറക്ടേഴ്സൊക്കെ ഇവിടുത്തെ നമ്മുടെ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഓരോ ആക്ടേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചോദിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഇപ്പോൾ ഒരു ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ഒരു മാമുക്കോയ, ഒരു ജഗദീശ്വരും, അതൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം എത്ര വർഷം മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വളരെ അഭിമാനം തോന്നുന്ന കാര്യമില്ല ഓരോ സ്ഥലത്തില്ല.